അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ വന്നാൽ അവൻ എവിടെ ജീവിക്കുന്നുവെങ്കിലും ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്ന് ആദ്യത്തെ മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിലേക്ക് ആദ്യം വന്ന മനുഷ്യനും ആദ്യത്തെ പ്രവാചകനും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പടച്ചറബ് അയക്കുമ്പോൾ വിജനമായ ഈ പ്രദേശത്ത് അഥവാ മനുഷ്യകുലമില്ലാത്ത ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ മറ്റു വിഭാഗങ്ങളായ ജിന്നുകൾ അതുപോലെ തന്നെ മലക്കുകൾ അവരല്ലാഹുവിന്റെ ഭൂമിയിൽ വളരെ നേരത്തെയുള്ളതാണ്. എന്നാൽ മനുഷ്യകുലം എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു പടക്കുകയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിക്കുമ്പോൾ ആദ്യമായി ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ പഠിക്കുകയാണ്. ഭൂമിയിലേക്ക് വരുന്ന ആദ്യത്തെ മനുഷ്യനോട് അള്ളാഹു നിങ്ങളൊരു വീട് വെച്ച് താമസിക്കണമെന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരു ഭവനം നിങ്ങൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം നബി തങ്ങളെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്നത്. ആ സന്ദർഭം ചരിത്രം വിശദീകരിക്കുന്നത് വ്യക്തമായി കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ഇബ്നിലി ബൈതൻ ബിഹിദാഇ ബൈതിയല്ലദീ ഫിസ്സമാ. ആദം നബിയെ നിങ്ങൾ ഭൂമിയിൽ എന്റെ ആകാശലോകത്തുള്ള ഭവനത്തിന്റെ നേരെ ഒരു ഭവനം നിർമ്മിക്കണം എനിക്ക് വേണ്ടി. എന്തിനാണ് ആ ഭവനം എന്നുകൂടി പടച്ചറബ് പഠിപ്പിച്ചു കൊടുത്തത് അവിടെ കാണാം. തതഅബ്ബദു ഫീഹി അൻത വ വലദുക. നിങ്ങളും നിങ്ങളെ മക്കളും ആ ഭവനത്തിൽ എന്നെ ആരാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഭവനമാണ് വേണ്ടത്. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? കമാ തതഅബ്ബദു മലായികതി ഹൗല അർശി. എന്റെ അർശിന്റെ ചുറ്റും മലക്കുകൾ എങ്ങനെയാണോ എന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ഭൂമിയിൽ എന്നെ ആരാധിക്കുന്ന ഒരു ഭവനം ആദം നബിയെ നിങ്ങൾ ഉണ്ടാക്കണം. ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യനെ അയച്ചുകൊണ്ട് കൊടുത്ത നിർദ്ദേശമാണത്. അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമണ്ഡലത്തിലെ ആദ്യത്തെ ഭവനം നിർമ്മിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്ന അവ്വല ബൈത്തി മുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. അള്ളാഹു ഭൂമിയിൽ മനുഷ്യൻ അവൻ ആരാധിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒന്നാമത്തെ ഭവനമാണ് പള്ളി. ആ ഭവനമാണ് പരിശുദ്ധമായ മക്കയിലെ ലല്ലദീ ബിബക്കത. പരിശുദ്ധമായ മക്കയിലുള്ള ആ ഭവനമാണ് ഭൂമുഖത്ത് പടച്ചറബ് ആദ്യമായി നിർമ്മിച്ചത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അത് ഹുദം വ റഹ്മ, അത് വളരെയധികം മാർഗരേഖയും അനുഗ്രഹവുമാണ് മാനവകുലത്തിന്. അതുകൊണ്ട് അവിടെ നിന്നു തന്നെ നമ്മൾ പഠിക്കണം. പള്ളി നമുക്ക് മാർഗരേഖയാണ്. നമ്മൾ എന്തു ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പള്ളിയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം നമുക്ക് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെയും നിർമാർഗത്തിന്റെയും കേന്ദ്രമാകുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം, ആ ഭവനമാണ് ഭൂമുഖത്ത് ആദ്യമായി വന്ന മനുഷ്യൻ നിർമ്മിച്ചത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഈ ഭൂമുഖത്ത് നമ്മൾ ആദ്യമായി നിർമ്മിക്കേണ്ടത് നമ്മുടെ വീടിനേക്കാൾ പ്രധാനമായി പള്ളിയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒന്നാമത്തെ ഭവനത്തിന്റെ ചാരത്ത് അഥവാ പരിശുദ്ധ മക്കത്താണ് വളർന്നതും വലുതായതും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പള്ളി ഉള്ളപ്പോൾ പിന്നെ ഒരു പള്ളിയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ അവിടെ പള്ളി ഉണ്ടാക്കുന്നതിന് പകരം ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് ജീവിച്ചുകൊണ്ട് ആ പരിശുദ്ധ കഅബാലയം അല്ലാഹുവിന് വേണ്ടി ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അവിടെയാണ് മുസ്ലിമീങ്ങൾ തവാഫ് ചെയ്തത്, അവിടെയാണ് മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഒരു പുതിയ പ്രദേശത്തേക്ക്. ആ പ്രദേശത്ത് ആദ്യമായി നബി തങ്ങൾ ചെന്നെത്തുന്നത് ഖുബാ എന്ന സ്ഥലത്താണ്. കുൽസൂം ഇബ്നു ഹിദം എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലാണ് നബി തങ്ങൾ അവിടെ താമസിക്കുന്നത്. 4 ദിവസം മാത്രമേ നബി തങ്ങൾ ഖുബായിൽ താമസിച്ചിട്ടുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. 4 ദിവസം മാത്രം നബി തങ്ങൾ താമസിച്ച ഖുബാ എന്ന സ്ഥലത്ത് നബി തങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിക്കാണ് മസ്ജിദ് ഖുബാ എന്ന് പറയുന്നത്. ആ പള്ളിയാണ് ഇന്ന് നമ്മളൊക്കെ പരിശുദ്ധമായ മക്കയിൽ ചെന്നുകൊണ്ട് ഉംറ നിർവഹിക്കാൻ പരിശുദ്ധ മക്കയിൽ നമ്മൾ എത്ര പാടുപെടുന്നുവോ അതേ ഒരു ഉംറയുടെ കൂലി മദീനത്ത് ചെന്നുകൊണ്ട് മസ്ജിദ് ഖുബായിൽ പോയി നിസ്കരിച്ചാൽ 2 റക്അത്ത് മസ്ജിദ് ഖുബായിൽ നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ കൂലിയാണെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാകും, പലരും നിസ്കരിച്ചിട്ടുണ്ടാകും. ചെന്നെത്താൻ കഴിയാത്ത ആളുകൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് മക്കയിലും മദീനയിലും ചെന്ന് അമൽ ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ.
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പോയവർക്ക് വീണ്ടും പോകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ പരിശുദ്ധമായ ഭവനം, പരിശുദ്ധമായ മസ്ജിദ് ഖുബാ നിർമ്മിച്ചുകൊണ്ട് 4 ദിവസം കഴിഞ്ഞ് നബി തങ്ങൾ അതാ നീങ്ങുന്നു. അടുത്ത ദിവസം മദീനയിലേക്ക്. 2 നാഴിക അപ്പുറത്തുള്ള മദീനത്ത് ചെന്നുകൊണ്ട് നബി തങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണ്? ഒട്ടകം മുള്ളി ഉണ്ടാക്കി. അതാണ് മസ്ജിദുൻ നബവി. ഒട്ടകം മുട്ട കുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളി മസ്ജിദുൻ നബവിയാണ്, ഖുബാ അല്ല. ആ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ 2 നാഴിക അപ്പുറത്ത് നബി തങ്ങൾ 4 ദിവസം താമസിച്ചപ്പോൾ സ്വന്തം വീടുണ്ടാക്കിയിട്ടില്ല. നബി തങ്ങൾ മദീനത്ത് വന്നിട്ടും സ്വന്തം വീടുണ്ടാക്കിയിട്ടില്ല. മാസങ്ങളോളം നബി തങ്ങൾ താമസിച്ചത് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന മഹാനായ നബി തങ്ങളുടെ ആതിഥേയനായ, ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന, ഇന്ന് തുർക്കിയിലെ ഇസ്തംബൂളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ആ മഹാനവറുകളാണെന്ന് മദീനത്ത് നബി തങ്ങളെ സ്വീകരിച്ചത്. ആ മഹാനായ മനുഷ്യന്റെ വീട്ടിലാണ് നബി തങ്ങൾ മാസങ്ങളോളം താമസിക്കുന്നത്. പിന്നെയാണ് നബി തങ്ങൾ വീട് നിർമ്മിക്കുന്നത് മസ്ജിദുൻ നബവിക്ക് സമീപത്ത്. ഭാര്യമാർക്ക് വീട് നിർമ്മിക്കുന്നു, ഭാര്യമാരെ കൊണ്ടുവരുന്നു, താമസിപ്പിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്? ഭൂമിയിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് സ്വന്തം വീടിനേക്കാൾ അള്ളാഹുവിന്റെ ഭവനത്തിനാണ്. അല്ലെങ്കിൽ നബി തങ്ങൾ മസ്ജിദ് ഖുബായിൽ ചെന്നാൽ 4 ദിവസം താമസിക്കുമ്പോൾ അവിടെ ഒരു വീട്ടിൽ നബി തങ്ങൾ തങ്ങുന്നുണ്ട്, ഗുൽസൂമിന്റെ വീട്ടിൽ. അവിടെ നബി തങ്ങൾ ഒരു വീട് നിർമ്മിച്ചിട്ടില്ല. എന്നാൽ പള്ളി വേഗം നിർമ്മിച്ചു. 4 ദിവസത്തിനകം പള്ളി നിർമ്മിച്ചു. അതുപോലെ തന്നെ നബി തങ്ങൾ മദീനത്ത് വന്നപ്പോൾ വീട് നിർമ്മിച്ചില്ല, ആദ്യം പള്ളി നിർമ്മിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഇസ്ലാമിക പ്രബോധകന്മാരുടെ ചരിത്രം പഠിക്കും നിങ്ങൾ. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വരുന്നത് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല സംഘവുമാണ്. അവര് കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് കൊടുങ്ങല്ലൂരിലെ ആ മുസ്ലിം രാജാവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അവര് പറഞ്ഞത്, ഞങ്ങൾ ഇന്ന ദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലം അങ്ങ് തരണമെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവര് പറയുന്നു. രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്ന സമയത്ത് രാജാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇവരെ നോക്കുന്നു. എന്താ കാരണം? അന്യനാട്ടിൽ നിന്ന് വന്ന ആളുകൾ, പരദേശികൾ, അവർക്ക് വീടില്ല, അവർക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല, സ്വന്തം ഭൂമിയില്ല. എന്നിട്ടും അവരെന്നോട് ചോദിക്കുന്നത്, അവരെന്റെ മുമ്പിൽ അർത്ഥന നടത്തുന്നത്, അവർക്ക് ഒരു വീട് നിർമ്മിക്കാൻ സ്ഥലത്തിനല്ല, ഒരു വീട് നിർമ്മാണമല്ല അവരുടെ ആവശ്യം. അവരുടെ ദൈവത്തിന്റെ ഭവനം നിർമ്മിക്കാൻ സ്ഥലം വേണമെന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യത്തിൽ തൃപ്തനായ അദ്ദേഹം, അതിലുപരി അവരുടെ പ്രവർത്തനത്തിൽ തൃപ്തനായ അദ്ദേഹം അവരുടെ പ്രവർത്തനത്തിൽ തൃപ്തനായി എന്ന് പറയാൻ കാരണം, അവർ കടന്നു വന്നപ്പോൾ ചെയ്ത ചില പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടുത്തെ ആളുകളിൽ നിന്ന് കേട്ടുപഠിച്ചു. കടത്തീരത്ത് വന്നിരുന്ന അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് ഇളനീര് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, ഇത് എന്തിനാണ് തരുന്നത്? ഇത് നിങ്ങളുടേതാണോ? അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവർ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് അവരത് വാങ്ങിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കുടിച്ചു ഇരുന്നിട്ട്. എന്നിട്ട് അവർ എഴുന്നേറ്റ ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വെള്ളം മോന്തി കുടിച്ചിരുന്ന സംസ്കാരമുള്ള ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഒരിത്തിരി വെള്ളം കുടിക്കാൻ കാണിക്കുന്ന ഈ അച്ചടക്കങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവരൊരു പ്രത്യേക സംസ്കാരത്തിന്റെ ഉടമകളാണെന്ന് രാജാവിന് ബോധ്യം വന്നു. അതുകൊണ്ട് തന്നെ രാജാവ് വളരെ കൃത്യമായി അവർക്കൊരു മതിപ്പ് കണക്കാക്കി. ഈ ചോദിച്ച ചോദ്യവും കൂടി കേട്ടപ്പോൾ സ്വന്തം വീടല്ല ചോദിക്കുന്നത്, അന്യദേശത്ത് വന്നുകൊണ്ട് അവർ ചോദിക്കുന്നത് സ്വന്തം വീടിന് പകരം ദൈവത്തിന്റെ ഭവനം നിർമ്മിക്കാൻ സ്ഥലമാണ്. അതുകൊണ്ട് അവർക്ക് ആ ഭവനം തന്നെ അങ്ങ് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തു. ചോദിച്ചത് സ്ഥലമാണ്. കൊടുങ്ങല്ലൂരിലെ ഹൈന്ദവ രാജാവ് മുസ്ലിങ്ങൾക്ക് പള്ളിയാണ് കെട്ടിക്കൊടുത്തത്. നിങ്ങൾ ഇപ്പോൾ പോയി നോക്കൂ, കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് ആ ശിവക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ മേൽക്കൂര പണിതുകൊണ്ട് ക്ഷേത്രത്തിലുള്ള കുളം പോലെ വലിയ പള്ളിക്കുളമുണ്ടാക്കിക്കൊണ്ട് ഒരേ ആശാരിമാർ, ഒരേ തച്ചുശാസ്ത്ര കലറിയുന്ന ആളുകൾ അമ്പലം നിർമ്മിച്ച പോലെ നിർമ്മിച്ച പള്ളിയാണ് കൊടുങ്ങല്ലൂർ പള്ളി. ആ പള്ളിയാണ് കേസരി എ ബാലകൃഷ്ണപിള്ള ലേഖനത്തിൽ എഴുതിയത് ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഒന്നാമത്തെ പള്ളി. ഇന്ന് അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അഥവാ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. ആ പള്ളിയെ കുറിച്ച് നിങ്ങൾ വായിച്ചിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലേക്ക് ആദ്യം കടന്നു വന്ന പ്രബോധകന്മാര് പോലും സ്വന്തം വീടല്ല നിർമ്മിച്ചത്. മഹാനായ അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധകനാണ്. ഒരുപക്ഷെ ആദ്യത്തെ പ്രബോധകനായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാലുകുത്തിയ വ്യക്തിയാണ് മഹാനായ അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനവറുകൾ ആദ്യമായി ചെയ്ത പ്രവർത്തനം കെയ്റോ നഗരത്തിൽ മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കി. ഇന്നും നിങ്ങൾ കെയ്റോയിൽ ചെന്നാൽ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയായ കെയ്റോ നഗരത്തിൽ ചെന്നാൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നൊരു പള്ളിയുണ്ട്, മസ്ജിദ് അംർ ബിൻ ആസ്. ആ പഴയ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നുണ്ട്.
നല്ല മനോഹരമായ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ പള്ളി. ഇന്നത്തെ ആധുനിക സംവിധാനത്തിലല്ല, ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ മസ്ജിദ് വളരെ മനോഹരമായി തലയെടുപ്പോടെ നിൽക്കുന്ന വിശാല വിസ്തൃതമായ പള്ളി കാണാൻ കഴിയും. അമ്രുല്ലാസ് തങ്ങൾ അന്ന് ചെറിയ പള്ളിയാണ് നിർമ്മിച്ചത്. അതിന്റെ പ്രാധാന്യം കണക്കിലാക്കി ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പള്ളി എന്ന രീതിയിൽ വികസിപ്പിച്ച് പഴമ നിലനിർത്തിക്കൊണ്ട് വിശാലമായ പള്ളിയാക്കി മാറ്റിയിരിക്കുന്നു കെയ്റോ നഗരത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആദ്യം ചെയ്തത് സ്വന്തം വീടുണ്ടാക്കുകയല്ല. ആരൊക്കെ എവിടൊക്കെ ചെന്നുവോ അവരൊക്കെ ആദ്യം ചെയ്ത പ്രവർത്തനം അല്ലാഹുവിന്റെ ഭവനം ഉണ്ടാക്കലാണ്. ആ ഭവനം എത്രമേൽ മോടി പിടിപ്പിക്കുന്നുവോ അതിന്റെ ഗുണം നമുക്ക് കിട്ടും. നമ്മുടെ വീടിനേക്കാൾ ഇത് മോടി പിടിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ പ്രതിഫലം തരും. ഒരു പള്ളി നിർമ്മിക്കുമ്പോ ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാനുള്ള സ്ഥലം ഒരാൾ സംഭാവന കൊടുത്തു വന്നിരിക്കട്ടെ, അവനും കിട്ടും സ്വർഗത്തിലൊരു ഭവനം. ഈ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ്. അത് സ്വർഗത്തിലൊരു ഭവനം പടച്ച റബ്ബ് കൊടുക്കുകയാണ്. അതിന് എന്ത് ചെറിയ സംഭാവന കൊടുത്താലും അത് ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാനുള്ള സ്ഥലമാണെങ്കിലും എന്ന് ഹദീത്തിന്റെ വ്യാഖ്യാനത്തിന് മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ ഒരുപാട് നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയും. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമ്മളെ പഠിപ്പിച്ചത് പള്ളിയുടെ പ്രാധാന്യമാണ്. മാത്രമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായി പറഞ്ഞു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടവരാരാണ്? അള്ളാഹുവിന്റെ പള്ളിയുടെ പരിപാലനം ആർക്കേ നടത്താൻ കഴിയൂ. ഇന്നമാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിപ്തമാക്കിയിട്ടാ പറയുന്നത്. ആ പ്രയോഗത്തിന്റെ അർത്ഥം ഉസ്താദുമാരോട് ചോദിച്ചാൽ അറിയാം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പള്ളി പരിപാലിക്കേണ്ടത്. നല്ല വിശ്വാസികൾ മാത്രമേ പള്ളി പരിപാലിക്കൂ. നിരീശ്വരത്വമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ദൈവവിസ്തൃതത്തിന്റെ ആസ്തിക്യത്തിൽ സംശയമുള്ള ആളുകൾക്ക്, യുക്തിവാദികൾക്കൊന്നും പള്ളി വേണ്ട. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നല്ല വിശ്വാസമുള്ള ആളുകൾക്കാണ് പള്ളി പരിപാലിക്കാൻ കഴിയുക. അവരാണ് യഥാർത്ഥത്തിൽ പള്ളി പരിപാലിക്കുക. ഇന്നമായ അമ്രു മസാജിദല്ലാഹി എന്ന് പറഞ്ഞിട്ട് 5 ഗുണങ്ങൾ പറയുന്നുണ്ട് പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക്. അപ്പൊ നമ്മളൊരു പക്ഷേ പള്ളി പരിപാലിക്കുന്നവരെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും അത് കമ്മിറ്റിക്കാർക്ക് മാത്രമുള്ള ഒരു ഗുണമാണ്. അല്ല, കമ്മിറ്റിക്കാർക്ക് മാത്രമുള്ള ഗുണമല്ല. നമ്മളൊക്കെ ഈ പള്ളി പരിപാലിക്കേണ്ട ആളുകളാ. നമ്മൾ സൗകര്യത്തിന് കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്ത് 10, 20, 25 ആളുകളെ തെരഞ്ഞെടുക്കും. അതിൽ നിന്ന് 8, 10 ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. അതിൽ നിന്നൊരു പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും. അതിന്റെ അർത്ഥം അവർക്ക് മാത്രമേ ഈ ചുമതലയുള്ളൂ എന്നതല്ല. ഈ മഹലിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മളെല്ലാവരും ഈ പള്ളി പരിപാലിക്കേണ്ടതാണ്. ഒരു സെക്രട്ടറിയെയോ ഒരു പ്രസിഡന്റെയോ ഏൽപ്പിച്ചു എന്ന് കരുതി എല്ലാ ഭാരവും അവരുടെ ചുമലിട്ട് നമുക്കാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവർ നമുക്ക് വേണ്ടി ആ കർമ്മം ചെയ്യുന്നു, പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ലോ. സെക്രട്ടറിക്ക് ശമ്പളമില്ല, പ്രസിഡന്റിന് ശമ്പളമില്ല, കമ്മിറ്റിക്കാർക്ക് ശമ്പളമില്ല, അവരൊന്നും കൈപ്പറ്റുന്നില്ല. നേരെ മറിച്ച് അവർ അള്ളാഹുവിന്റെ പള്ളി നിങ്ങൾ പരിപാലിക്കേണ്ട ഡ്യൂട്ടി ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി നടത്തുകയാണ്. അപ്പൊ ഓരോരുത്തരും അതിന്റെ കർമ്മം ചെയ്യാൻ ഏത് രീതിയിലുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ ആയത്ത് ബാധകം. ഈ 5 നിബന്ധനകൾ ബാധകം ഈ മഹലിൽ താമസിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കുമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൊത്തം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ആവണം. കാരണം നമ്മളൊക്കെ പള്ളി പരിപാലിക്കേണ്ടവരാ. പള്ളി പരിപാലിക്കേണ്ടാത്തവരാരുമില്ല. ഞാൻ കമ്മിറ്റിക്കാരനല്ല, അതുകൊണ്ട് എനിക്ക് പള്ളിയുടെ ബാധ്യതയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എങ്ങനെയാകണം? ഒന്ന്, നല്ല വിശ്വാസിയാകണം. രണ്ടാമത്തതോ വല്യവുമില്ലാഹർ, നാളെ പരലോകത്ത് കണക്ക് പറയേണ്ടി വരുമെന്ന ബോധം വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഇരുത്തം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മഴയത്ത് തണുപ്പത്ത് നിങ്ങളിങ്ങനെ വന്നിരിക്കുന്നത് പള്ളിയുടെ ഉദ്ഘാടനമായതുകൊണ്ടാണ്. എന്നെ കേൾക്കാൻ മാത്രമല്ല, ഈ പള്ളിയോടുള്ള സ്നേഹമാണ്, മഹലിനോടുള്ള ആദരവാണ്. അള്ളാഹു അത് കബൂൽ ചെയ്ത് നാളെ ഈ സമയം നമുക്ക് പ്രതിഫലാർഹമായ സമയമായി മീസാനിലാക്കി തരട്ടെ. അതിനാ ദുആ ചെയ്യേണ്ടത്. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ്സലാഹ്. നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പറയാം. വഅഖാമസ്സലാത വആതസ് സകാത. സകാത്ത് കൊടുക്കുന്നവരായിരിക്കണം. സാമ്പത്തിക ശുദ്ധിയുള്ളവരായിരിക്കണം. എല്ലാവരും അവർക്ക് പള്ളി പരിപാലിക്കാൻ പറ്റൂ. പള്ളി പരിപാലിക്കുന്നവനെ മുഅ്മിനാകൂ. മുഅ്മിനാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശി. വലം യഖ്ശ ഇല്ലല്ലാഹ്. 5ാമത്തെ ഗുണമെന്ന് പറയുന്നത്, പടച്ചറബ്ബിനെ അല്ലാതെ ഒന്നിനെയും ദീനിന്റെ കാര്യത്തിൽ ഭയപ്പെടരുത്. ഒരു മനുഷ്യനെയും ഭയപ്പെടരുത്. ഒരു ഭൗതിക വിഭവത്തെയും നിങ്ങൾ കാക്ഷിക്കരുത്. മറിച്ചെന്താണ്? അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സത്യസന്ധമായി നിലകൊള്ളുന്നവൻ. അതിൽ ഏറ്റവും പ്രധാനമാണ് നിസ്കാരം നിലനിർത്തുക. അതാണ് പള്ളിയുടെ ലക്ഷ്യം. എന്തിനാണ് പള്ളി എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മറുപടി മുസ്ലിമീങ്ങളുടെ കേന്ദ്രബിന്ദുവാണത്. പള്ളി നിർമ്മിക്കുക, നിസ്കരിക്കുക. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു അമുസ്ലിമായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ബൈനൽ അബ്ദി വൽ കുഫർ.
ഒരു മനുഷ്യൻ ആബിദാണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയാണോ അതോ നിഷേധിയാണോ എന്നതിന്റെ കൃത്യമായ വിവക്ഷ നിസ്കാരമാണ് അവൻ നിസ്കരിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർമ്മമാണ്. ആ കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? അത് ഒരുമയുടെ സന്ദേശമാണ്. ഒരുമിച്ച് നിൽക്കണം, ഭിന്നിച്ച് നിൽക്കരുത് എന്നതാണ്. പള്ളി ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം അതാണ്. അതുകൊണ്ടാണല്ലോ മസ്ജിദ് ഖുബാ നിർമ്മിച്ചപ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് മസ്ജിദുൽ ഇറാർ നിർമ്മിച്ചു. വേറൊരു പള്ളി ഉണ്ടാക്കി ഒരു കൂട്ടർ. ഈ പള്ളി നിർമ്മിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ വേറൊരു പള്ളി ഉണ്ടാക്കി. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? ലാ തഖും ഫീഹി അബദ. ആ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട. എന്താ കാരണം? അത് മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ്, തമ്മിൽ തല്ലുണ്ടാക്കാൻ വേണ്ടിയുള്ള പള്ളിയാണ്. പള്ളി ഒരിക്കലും ഭിന്നതയുടെ കേന്ദ്രമാകാൻ പാടില്ല. പക്ഷെ നമ്മുടെ കാലഘട്ടം നോക്കൂ നിങ്ങൾ. നമ്മൾ പള്ളിയുടെ പേരിൽ തർക്കിക്കുന്നു, പള്ളിയുടെ പേരിൽ തമ്മിലടിക്കുന്നു. ഇതല്ലേ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇസ്ലാമിനെ പലരും ചവിട്ടി മെതിക്കുകയാണ്. വർഗീയവാദികൾ പോലും നമുക്കെതിരെ ശക്തമായി രംഗത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് 100% ഒരു സഹിഷ്ണുതയുടെ മതമാണ്. എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവനാണ് ശരിക്കും മുസ്ലിം. അമുസ്ലിമായ ആളോട് പോലും മനുഷ്യത്വത്തോടു കൂടി പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിന്റെ അനുയായികളായ നമ്മൾ പോലും പള്ളി എന്ന് പറയുന്നത് ഐക്യത്തിന്റെ കേന്ദ്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാ. നമ്മൾ മിഹ്റാബിൽ നിന്നിട്ടാണ് നേതൃത്വം കൊടുക്കുന്നത്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധക്കളം എന്നാണ് അതിന്റെ അർത്ഥം. ആരോടാ യുദ്ധം ചെയ്യുന്നത്? പള്ളിയിൽ കയറിയിട്ട്. മിഹ്റാബ് എന്ന് പറയുമ്പോൾ ഹർബ് എന്നാൽ യുദ്ധമല്ലേ? യുദ്ധത്തിന്റെ പ്രദേശമാണ് മിഹ്റാബ്. നിങ്ങളുടെ ഉസ്താദ് മിഹ്റാബിൽ നിൽക്കുമ്പോൾ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ആരോടാ യുദ്ധം? പിശാചിനോട്. മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവാ. നിങ്ങളിൽ ശത്രുത ഉണ്ടാകുന്നതും ഭിന്നിപ്പുണ്ടാക്കുന്നതും അതിന്റെ മധ്യത്തിൽ ഒരു പിശാചുണ്ടാകുമ്പോഴാണ്. മനുഷ്യൻ തമ്മിൽ ശത്രുക്കളാകുന്നത്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകലുന്നത്, മാതാപിതാക്കൾ തമ്മിൽ അകലുന്നത്, മക്കളും മാതാപിതാക്കളും തമ്മിൽ തെറ്റുന്നതൊക്കെ നടുക്ക് പിശാച്ചുള്ളത് കൊണ്ടാണ്. രണ്ടാള് തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ അതിന്റെ നടുവിൽ പിശാച്ചുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പിശാച്ചിനെതിരെ സമരം ചെയ്യുന്ന സ്ഥലമാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. ആ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഒരു ഉസ്താദ് നിസ്കരിക്കുമ്പോ ആ ഉസ്താദ് എന്തൊക്കെ ചെയ്യുന്നോ അത് അതുപോലെ പിന്തുടരുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നേതാവിനെ പട്ടാള ചിട്ടയെ പോലെ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാൻ. അദ്ദേഹം തക്ബീർ കെട്ടിയിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയും. അവിടെ അദ്ദേഹം പറയുന്നത് എന്താ? നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്താ? അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. നഅ്ബുദു, നിന്നെ ആരാധിക്കുന്നു. ആരും? ഞങ്ങൾ, ഞാനല്ല. നിങ്ങൾ രാത്രി 12 മണിക്ക് പള്ളിയിൽ വന്നിട്ട് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇയ്യാക അഅ്ബുദു എന്ന് പറയാൻ പറ്റൂല. നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. മറിച്ചോ നഅ്ബുദു, ഞങ്ങൾ, നമ്മൾ എന്നൊരു വികാരമാണ് ശരിക്ക് പള്ളിയിൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുമുണ്ടാകുന്നത്. എന്തൊരു മനോഹരമാണ് നോക്ക് നിങ്ങൾ. ഒറ്റക്കൊരാൾ നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാ ഇവന്റെ കൂടെ നിസ്കരിക്കാനുള്ളത്? ആരാ ഇവന്റെ കൂടെ ഞങ്ങളുള്ളത്? അവിടെ മഹാന്മാർ തഫ്സീറിൽ ഇമാം റാസി തങ്ങളെ പോലുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ നിസ്കരിക്കുമ്പോഴും മുഅ്മിനീങ്ങളെ മൊത്തം കൂട്ടിയിട്ടേ പറയാൻ പാടുള്ളൂ. അവനാൻ കാര്യം എന്ന രീതിയിൽ പറയാൻ പാടില്ല. അവൻ എന്താ ചെയ്യേണ്ടത്? എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടായിരിക്കണം പറയേണ്ടത്. നിസ്കരിക്കുന്നത് അവനും അവന്റെ അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ്. അവന്റെ കാര്യമാണ്, അവന്റെ നിസ്കാരം. അതിൽ വേറെ ആർക്കും പങ്കില്ല. അവൻ നിസ്കരിച്ചില്ലെങ്കിൽ വേറൊരാൾക്ക് സഹായിക്കാനും കഴിയില്ല. എന്നാലും അവൻ പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഒന്ന്, അത് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഐക്യബോധം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഈ പ്രകടിപ്പിച്ച അഭിപ്രായത്തെ കുറിച്ച് തഫ്സീറുകൾ കാണാം. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയുന്നുണ്ട് അവിടെ. ആ നിസ്കാരം പിരിച്ചുവിടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അത്തഹിയാത്താണല്ലോ നിസ്കാരത്തിന്റെ അവസാന ഭാഗം. ആ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിന്റെ രക്ഷ നമ്മുടെ മേലുണ്ടാകട്ടെ. ഓരോരുത്തരും രക്ഷയ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രമല്ല, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ നല്ല അടിമകൾക്കും ഉണ്ടാവട്ടെ. നിസ്കാരം പിരിച്ചുവിടുമ്പോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചൊരു വാക്കുണ്ടറിയോ നിങ്ങൾക്ക്? അതിൽ എഴുതി വെച്ചെന്താണെന്നറിയോ? ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥനയുടെ സവാബ്, അതിന്റെ പ്രതിഫലം യസ്ലു സവാബുഹ ഇലാ അർവാഹിൽ മുഅ്മിനീന മിൻ യൗമിനാ ഹാദാ ഇലാ അഹ്ദി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഇന്നേ വരെ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ മുഴുവൻ ആൾക്കാരെ ഖബറിലേക്കും ജീവിച്ചിരിക്കുന്നവർക്കും അതിന്റെ ഗുണം കിട്ടും. കാരണം എന്താ? എല്ലാവർക്കും പടച്ചോനെ നിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന്. കണ്ടോ? ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്.
ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ എന്ന വികാരം പ്രകടിപ്പിക്കുക. ഇതിനാണ് ശരിക്കും ഐക്യം, ഒരുമ എന്ന് പറയുന്നത്. സ്വഫ് നിൽക്കുമ്പോൾ പോലും ഇസ്ലാം പറഞ്ഞു ഒരു വിടവുണ്ടാകാൻ പാടില്ല. വിടവിൽ പിശാച് കയറുമെന്ന് പറഞ്ഞു. നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഇമാമിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ പിന്തുടരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യന് ശരിക്കും നമസ്കാരത്തിന് പള്ളിയിലേക്ക് തന്നെ വിളിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ ഒരു പക്ഷെ ഇതിനേക്കാൾ കോൺസെൻട്രേഷനിൽ നമ്മൾ ഖുശൂഇൽ നിസ്കരിക്കാൻ പറ്റും. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം പോലും കിട്ടുന്ന പ്രവർത്തനമുണ്ടല്ലോ. ഒരു റൂം നിങ്ങൾ പള്ളിയാക്കാൻ വേണ്ടി ഒരു മുസല്ലയോ ഒരു മാർബിളോ ഇളകാത്ത രീതിയിൽ അവിടെ ഒട്ടിച്ചു വെച്ചുകൊണ്ട് വഖഫ് ചെയ്താൽ മതി. ഇളക്കാൻ പാടില്ല. ഇളക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒട്ടിച്ചു വെച്ചാൽ അത് പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യാതെ ഈ പള്ളിയിലേക്ക് വരണമെന്ന് ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിച്ചത് എന്തിനാ? നമ്മൾ ഇവിടെ വന്ന് തന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞ എന്തിനാ? ഒരു ഐക്യത്തിന് വേണ്ടിയാണ്, ഒരുമക്ക് വേണ്ടിയാണ്. ജമാഅത്തിന് മൊത്തം പങ്കെടുക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു ഐക്യവും ഒരുമയും നമുക്ക് ലഭ്യമാവുകയാണ്. ആ ഐക്യവും ഒരുമയും ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പള്ളി നമുക്ക് നൽകുന്ന ഈ സന്ദേശമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ ഐക്യം തകർത്തിട്ട് പിന്നെ നമുക്ക് പള്ളിയുണ്ട് എന്താ കാര്യം? പിന്നെ നമ്മൾ പള്ളിയിൽ നമസ്കരിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇസ്ലാം പറയുന്ന ഏറ്റവും വെള്ളിയാഴ്ച നമ്മൾ എല്ലാവരും ഇവിടെ സംഗമിക്കണം. ആണുങ്ങൾ എല്ലാ പുരുഷന്മാരും പ്രായപൂർത്തിയായവരും മുഴുവൻ സംഗമിക്കണം. എന്നിട്ടൊരു ഉപദേശം നമ്മൾ കേൾക്കണം. നിങ്ങൾ എല്ലാവരും തഖ്വയിൽ ജീവിക്കണം. ഊസിക്കും വയ്യായ ബി തഖ്വല്ലാഹ്. നമ്മൾ ഒരിക്കലും ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ, ഭൗതികതയിൽ ലയിക്കാതിരിക്കാൻ തഖ്വയെ കുറിച്ചൊരു പാഠം നമുക്ക് നൽകുകയാണ്. എന്നിട്ട് നല്ല കുറച്ച് സതുപദേശങ്ങളും മോമിനിങ്ങൾക്കായ ഒരു പ്രാർത്ഥനയും. ആ പ്രാർത്ഥന പോലും നിങ്ങൾ നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും ഇവിടെ ദ്വാരക്കണം. ഉമ്മമാര് വീട്ടിലിരിക്കുകയായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, മുഅ്മിനാത്തിനും, ഈ പള്ളിയിൽ വന്നവർക്കും ജീവിച്ചവർക്കും മാത്രമല്ല, അഹിയാഇ വൽ അംവാത്ത് മരിച്ചുപോയ ആൾക്കാർക്കും ദ്വാരക്കണം. അതാണ് മുസ്ലിമിന്റെ ഐക്യം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ പോലും മറ്റുള്ളവരെ നമ്മുടെ ദുആയിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ശരിക്കും കിട്ടുന്നത്. ദുആയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ദുആ ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുസൂർ പറഞ്ഞല്ലോ, ഇന്ന മിൻ അസ്റഇ ദുആ. അതായത് അസ്റഉ ദുആ, ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ദുആ. ഇന്ന അസ്റഅ ദുആഇ, ദുആയിൽ വെച്ച് ഇജാബതൻ, ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന ദുആ ഏതാണ്? അത് ലഹ്റുൽ ഐബിലെ ദുആ ആണ്. ആള് സ്ഥലത്തില്ലാത്തപ്പോ ഇവിടെ ഉള്ള ഒരാൾക്ക് ഇവിടുന്ന് ദ്വാരക്കുമ്പോ ഒരു പക്ഷെ അയാൾ കേൾക്കാനാണ്, അയാളിൽ നിന്ന് വല്ലത് കിട്ടാനാണെന്ന് തോന്നിപ്പോ ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാരുന്നാൽ ആ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കുന്നു. അസാന്നിധ്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഞാൻ ദ്വാ ചെയ്യുകയോ, ഞാൻ ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുകയോ ചെയ്താൽ ആ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന. ഇപ്പോൾ ഹജ്ജിനൊക്കെ പോയ ആളുകളുണ്ട്, അവിടെ വെച്ച് അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ എന്തായാലും ഉത്തരം കിട്ടും. രണ്ട് കാരണത്താൽ. ഒന്ന്, അവർ നിൽക്കുന്ന പുണ്യം, ആ സ്ഥലത്തിന്റെ. രണ്ട്, ഏറ്റവും വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ദുആ ആളുടെ അസാന്നിധ്യത്തിലുള്ള ദുആ ആണ്. എന്താ കാരണം? അപ്പോഴും അസാന്നിധ്യത്തിലും ആ മനുഷ്യനെ നമ്മൾ ഓർക്കുകയാണ്, ആ ബന്ധം നിലനിർത്തുകയാണ്. ഇതാണ് ഇസ്ലാമിൽ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇന്നത്തെ നമ്മുടെ അവസ്ഥ നോക്കും നിങ്ങൾ. മാതാപിതാക്കൾ തമ്മിൽ മക്കൾ തെറ്റുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലടിക്കുന്നു, ജേഷ്ഠാനുജന്മാർ തമ്മിൽ ഭിന്നിക്കുന്നു, കുടുംബങ്ങൾ തമ്മിൽ അകലുന്നു. ഒരു വിവാഹം ഇന്ന് നടന്നാൽ തൊട്ടടുത്ത ആഴ്ച വിവാഹ മോചനത്തിന് വേണ്ടി നമ്മൾ ഒരു മുഷാവറ കൂടുന്നു, അല്ലെങ്കിൽ കമ്മിറ്റി അതിനു വേണ്ടി പ്രത്യേക മസലത്ത് ഉണ്ടാക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിപ്പിരിയുന്നു. അവര് ജനങ്ങൾക്ക് ചോറ് വെച്ച് കൊടുത്തതിന്റെ കണക്ക് പോലും പറഞ്ഞ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്ന രംഗം പലപ്പോഴും നമ്മുടെ മഹലിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യൻ ഭിന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എവിടെ നോക്കിയാലും ശരി, കോടതിയിൽ പോവുക, തമ്മിലടിക്കുക, കേസ് കൂടുക. കുടുംബ കോടതിയിൽ പോയി നോക്കൂ, എത്ര കേസുകളാണ് നമ്മുടെ കേസുകൾ കെട്ടിക്കിടക്കുന്നത്. പള്ളിയുടെയും മദ്രസയുടെയും പേരിൽ പോലും കേസ് കൂടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. നമ്മൾ ഓർക്കണം, പള്ളി നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഐക്യത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ എല്ലാ പ്രശ്നങ്ങളും തീർത്തിരുന്നത് മദീനത്തെ പള്ളിയിൽ വെച്ചാണ്. എല്ലാ പാവങ്ങളെയും സഹായിച്ചിരുന്നത് ആ പള്ളിയിൽ വെച്ചാണ്. ഇൽമ പഠിപ്പിച്ചിരുന്നത് ആ പള്ളിയിൽ വെച്ചാണ്. അതുകൊണ്ടുള്ള റൗളയായത് മാബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം റൗളയാണ്, സ്വർഗത്തിന്റെ തോപ്പാകുന്നു. ആ സ്വർഗത്തിന്റെ തോപ്പ് എന്ന് പറയുക അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലത്തെ ജീവിതത്തിൽ 13 കൊല്ലം മക്കത്ത് നിന്നിട്ട് ബാക്കി 10 കൊല്ലം മദീനത്ത് ജീവിച്ചത്. മദീനയിൽ 10 കൊല്ലം നബി തങ്ങൾ ജീവിക്കുമ്പോ യുദ്ധത്തിന് വേണ്ടിയോ മറ്റു സംഭാഷണങ്ങൾക്ക് വേണ്ടിയോ പുറത്തു പോയതല്ലാത്ത സമയത്തൊക്കെ ആ മദീനത്തെ പള്ളിയിൽ ഈ മിമ്പറിനും അതുപോലെ തന്നെ ഇന്നത്തെ ഹുജറ ഷരീഫിനും ഇടക്കുള്ള സ്ഥലത്ത് വെച്ചാണ് ദീന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ആ ദീന് പഠിപ്പിച്ചു കൊടുത്ത സ്ഥലത്തിനാണ് റൗള എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസിന് നമ്മൾ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയാൻ കാരണം.
ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അറിവ് പഠിക്കലാണ്. പള്ളി അറിവ് പഠിക്കാനുള്ള കേന്ദ്രമാണ്. പള്ളിയിൽ പലപ്പോഴും നമ്മൾ ദർസ് കൊണ്ട് നടക്കുന്ന അതിനാണ്. പള്ളിയിൽ പലപ്പോഴും നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കുന്ന അതിനാണ്. പള്ളിയിൽ പലപ്പോഴും നമ്മൾ ഉത്ബോധനം നടത്തുന്ന അതിനാണ്. പള്ളി എന്ന് പറഞ്ഞാൽ ഇൽമു പഠിക്കാനും ജനങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുമുള്ളതാണ്. ഈ പള്ളിക്ക് വേണ്ടി 5 പൈസ കൊടുത്തവൻ, പരിശ്രമിച്ചവൻ, ഓടി നടന്നവൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂർ പറയുന്നു, ഇന്നല്ലാഹ യുനാദി യൗമൽ ഖിയാമ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല, സമയത്തിന്റെ കുറവെനിക്കറിയാം. എല്ലാവരും നിസ്കാരം കാത്തിരിക്കുന്നവരാണ്. ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞ് വരുമ്പോ ജമ്മാക്ക് നിസ്കരിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് നിസ്കാരം കാത്തു നിൽക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വെളിയാളത്തെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലയുനാദി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് പടച്ച റബ്ബ് ഒരു വിളി വിളിക്കും, ഒരു അനൗൺസ്മെന്റ് ചെയ്യും. യുനാദി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയും അള്ളാഹു. എന്താണ്? അള്ളാഹുവിന് വേണ്ടി ഒരു വെളിയാളം കേൾക്കും. ഐന ജിറാനി, എവിടെയാണ് എന്റെ അയൽവാസികൾ? അള്ളാഹു ചോദിക്കുകയാണ്, എവിടെയാണ് എന്റെ അയൽവാസികൾ? അള്ളാഹുവിന്റെ ചോദ്യമാണ്, എന്റെ അയൽവാസികൾ എവിടെ? ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിളിയാളം വീണ്ടും ആവർത്തിക്കുന്ന മലക്കുകൾ മുഖേന ഐന ജിറാനി ഫയഖൂലുൽ മലായികത്തു, മലക്കുകൾ ചോദിക്കും. അള്ളാഹു ചോദിക്കുന്നത് എന്റെ അയൽവാസികൾ എവിടെയെന്നാണ്. ആ ചോദ്യത്തിന് മലക്കുകൾ തിരിച്ചു പടച്ച റബ്ബിനോട് ചോദിക്കും, റബ്ബനാ വമൻ യംബഇ അൻ യുജാവിറക, പടച്ചവനെ നിന്റെ അയൽവാസിയാകാൻ ആർക്കാണ് കഴിയുന്നത്? ആരാണ് നിന്റെ അയൽവാസികൾ? നിന്റെ അയൽപക്ക ബന്ധം നേടാൻ കഴിഞ്ഞവൻ ആരാണ്? അല്ലാഹുവേ, നീ നിന്റെ അയൽവാസിയെ ചോദിക്കുന്നു, ആരാണതെന്ന് ചോദിച്ചപ്പോൾ വയഖൂലു, അള്ളാഹു പറയുന്നു, ഐന ഉമ്മാറുൽ മസാജിദി, പള്ളി പരിപാലിക്കുന്നവരെവിടെയാണ്? പള്ളി പരിപാലിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പള്ളി പരിപാലിക്കുന്നവർ പടച്ച റബ്ബിന്റെ അയൽവാസികളാണ്. നിങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ അയൽവാസം ലഭിക്കണോ, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കണോ, ഈ പള്ളിയുടെ പരിപാലകരാകണം നിങ്ങൾ. പരിപാലകരെന്ന് പറഞ്ഞാൽ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൃത്യസമയത്ത് ബാങ്ക് കേട്ടാൽ വന്ന് നമസ്കരിക്കലാണ്. ആ ജമാഅത്ത് ഇവിടെ നിലനിർത്തലാണ്. അതുപോലെ പള്ളി ശുദ്ധീകരിക്കലാണ്. പള്ളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിലേക്ക് ഒരാൾ കൃത്യമായി നടന്നു വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് നിസ്കരിക്കുന്നുവെങ്കിൽ സലാത്തുൻ ഫീ ളമാനില്ലാഹി അസ്സ വജല്ല, ഭൂമിയിൽ 3 കൂട്ടരെ പടച്ച റബ്ബ് എപ്പോഴും സംരക്ഷിക്കും. എല്ലാവർക്കും അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ട്. പക്ഷെ 3 കൂട്ടർക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്. എന്താണ് ആ 3 കൂട്ടരുടെ പ്രത്യേക സംരക്ഷണം? റജുലുൻ ഖറജ ഇലാ മസ്ജിദിൻ മിൻ മസാജിദില്ലാ, ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നവനാണ്. ബാങ്ക് കേട്ടാൽ ഇങ്ങോട്ട് നിസ്കരിക്കാൻ വരുന്നവൻ പടച്ച റബ്ബിന്റെ ലമാനിലാണ്. ലമാൻ എന്ന അറബി പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം ഇൻഷൂർ എന്നാണ്. അവനെ പടച്ച റബ്ബ് ഇൻഷൂർ ചെയ്തിരിക്കുന്നു. റജുലുൻ ഖറജ ഓസിയം ഫീ സബീലില്ലാഹി തആല, രണ്ടാമത്തേത് പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന ഇസ്ലാമിക രാജ്യത്തെ യുദ്ധ പോരാളി. ആ യുദ്ധത്തിന് പോകുന്ന മനുഷ്യനെ പടച്ച റബ്ബ് ഇതുപോലെ സംരക്ഷിക്കുന്നു. റജുലുൻ ഖറജ ഹാജൻ, ഹജ്ജ് ചെയ്യാൻ പോകുന്ന മനുഷ്യൻ, ഹജ്ജിന് പോകുന്നവൻ, അവനൊക്കെ പടച്ച റബ്ബിന്റെ ലമാനിലാണ്. അവൻ പടച്ച റബ്ബിന്റെ സംരക്ഷണത്തിലാണ്. നമ്മളൊക്കെ സംരക്ഷണത്തിലാണെങ്കിലും അതിനേക്കാൾ വലിയൊരു സംരക്ഷണം പടച്ച റബ്ബ് നൽകുന്നു എന്നാണ് അർത്ഥം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനിയിപ്പോ പള്ളിയിൽ വന്ന് കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാം നിങ്ങൾ? പള്ളിയിൽ എല്ലാ ഭക്തനും ജമാഅത്തിന് ഇങ്ങനെ വന്നു. ചിലപ്പോ ചില കാരണങ്ങളാൽ നമുക്ക് മുടങ്ങും, അത് വേറെ കാര്യം. പള്ളിയിൽ വന്നിട്ട് കൃത്യമായി ജമാഅത്തിന് വേണ്ടി ആ സമയം കണക്കാക്കി കൃത്യമായി വീട്ടിൽ നിന്ന് വന്ന് അതിരാവിലെയും അതുപോലെ തന്നെ മറ്റു വക്തുകളിലുമൊക്കെ വീടുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിസ്കരിക്കുന്ന ആളുകൾ, ഇന്നലിൽ മസാജിദി ഔതാദാ, അള്ളാഹുവിന്റെ പള്ളിയിൽ കൃത്യമായി വന്നുകൊണ്ട് നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. കൃത്യസമയത്ത് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അൽ മലായികത്തു ജുലസാഉഹും, അവർക്ക് അവരെ കൂടെ ഇരിക്കുന്ന ചില മലക്കുകളുടെ കൂട്ടുണ്ട്. ഇത് ശരിയായ ഹദീസാ കേട്ടോ, മനസ്സിലായിക്കോ. മനുഷ്യന് ഏറ്റവും വലിയ കാവൽ അള്ളാഹു മലക്കുകളെ കൊണ്ട് നൽകും. അള്ളാഹു പറയുന്നു, പള്ളിയിൽ കൃത്യമായി വരുന്ന ആളുകൾക്ക് പടച്ചറപ്പ് ചില മലക്കുകളെ ഉപയോഗിക്കും. ആ മലക്കുകളുടെ പ്രത്യേകം എന്താ അറിയാം? അവരെന്നും പള്ളിയിലുണ്ടാവും. നിങ്ങൾ ജമാഅത്തിന് വരുമ്പോൾ പള്ളിയിലുണ്ടാകും. ഇന്റെ ഓബൂ സഅലു അൻഹും, ആ മലക്ക് വന്നിട്ട് എന്നും വരുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ അയാൾ എവിടെയെന്ന് ചോദിക്കും, അന്വേഷിക്കും. നമ്മളതറിയില്ല. നമ്മൾ അന്ന് പള്ളിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അള്ളാഹു ആ മലക്കനെ കൊണ്ട് അന്വേഷിപ്പിക്കും, ഇയാൾ എവിടെ പോയി. മലക്കാണ് അന്വേഷിക്കുന്നത്. അത് അള്ളാഹുവിന്റെ അന്വേഷണമാണ്. എന്നും പള്ളിയിൽ വരുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ വൈങ്കാനോ മർലാദോഹും, ഹദീസാണ് ഈ പറയുന്നത്, എന്റെ വക കെട്ടുകഥയല്ല. ആ വ്യക്തി രോഗിയായി വീട്ടിൽ കിടക്കുകയാണെന്നറിഞ്ഞാൽ, അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരാത്തതെന്നറിഞ്ഞാൽ അയാളുടെ വീട്ടിൽ പോയിട്ട് ആ മലക്ക് അയാളെ സന്ദർശിക്കും. കണ്ട നിങ്ങളെ ഹദീസാണ്, മുത്തുനബി തങ്ങളെ പറഞ്ഞതാണ്, ഒരിക്കലും പൊളിവാക്കല്ല. വീട്ടിൽ ചെന്നുകൊണ്ട് സന്ദർശിക്കും. അയാൾ എന്തെങ്കിലും ഫി ഹാജത്തിന് ഒരു ആവശ്യത്തിലാണ്, മകളെ കെട്ടിക്കാൻ അയാൾക്ക് കുറച്ച് പൈസ ആവശ്യം, അയാൾ ഇറങ്ങാറായി നടക്കുക.
അതിന് വേണ്ട എന്തോ വഴികൾ തേടിയിട്ട് പെട്ടെന്ന് അയാൾക്ക് പള്ളിക്ക് വരാൻ പറ്റില്ല. ആ ചൂടിലാണ് അദ്ദേഹം, ആ പ്രയാസത്തില്. ആനോക്കും മലക്ക് വന്ന് സഹായിക്കും. ഏതെങ്കിലും മാർഗത്തിലൂടെ അയാൾക്ക് നല്ലൊരാൾ എത്തിച്ചു കൊടുക്കുകയോ എങ്ങനെയെങ്കിലും അയാളെ സഹായം നേടാൻ ആ മലക്ക് സഹായിക്കും. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം അയാൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിൽ കൃത്യമായി വന്ന് നിസ്കരിക്കുന്ന, ആ തരത്തിൽ കൃത്യമായി പള്ളിയിൽ വന്ന് കൂടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണത്. ആ പ്രതിഫലം ചെറുതൊന്നുമല്ല. ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ മനസ്സിലാക്കണം, നിസ്കരിക്കാൻ ഒരു സാവകാശമൊക്കെ കാണിക്കണം. നമ്മുടെ മക്കള് പലപ്പോഴും പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർക്കും എന്ന് പറഞ്ഞാൽ, വേറുള്ളതിനൊക്കെ എത്ര സമയം, ഒരു റീൽ നമ്മൾ കണ്ടിരിക്കുകയാണെങ്കിൽ എത്ര സമയം നമ്മളിത് കണ്ടിരിക്കും. ഒരു റീല് കാണാൻ നോക്കുന്ന ആൾ വീണ്ടും ഇങ്ങനെ കണ്ട് സമയം അങ്ങനെ പോകുന്ന കാണാം. അതുപോലെ തന്നെ കൗതുകകരമായ എന്തെങ്കിലും സംഗതി നോക്കി നിന്നാൽ എത്ര സമയം നോക്കി നിൽക്കും. എന്നാൽ അതുപോലെ തക്ബീർ കെട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടി പടച്ചറബിനെ ലയിച്ചിട്ട്, അതൊരു മെഹറാജാണ്, പടച്ചറബുമായുള്ള സംഭാഷണമാണത്. ആ സംഭാഷണത്തിൽ അങ്ങ് ലയിച്ചാൽ അതിന് സമയം പോകുന്ന അറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ പല നിസ്കാരങ്ങളും, ഞാനടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ പല നമസ്കാരങ്ങളും വളരെ പെട്ടെന്ന് തീർക്കും. അതെന്താ? ഇപ്പൊ തറാവിയൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ കയറിയല്ലേ, ആ പള്ളിയിൽ 1 മണിക്കൂർ കൊണ്ട് ശരിക്ക് ഖുർആൻ ഓതി നല്ല നിലയ്ക്ക് 20 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ഇമാമുണ്ട്. തൊട്ടപ്പുറത്തെ പള്ളിയിൽ 1/2 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഒരു ഇമാം വന്നാൽ അധികം ആൾക്കാർ അവിടെ പോയി ചേരും. എന്താ കാരണം? വളരെ പെട്ടെന്ന് കാര്യം നടക്കണം എന്നുള്ളതാണ് വിഷയം. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ന അസ്വഅ അന്നാസി ശരീകതൻ, ഏറ്റവും ചീത്തയായ കള്ളന്മാരാരാണെന്നറിയുമോ? ചെറുപ്പക്കാരോടാ ഞാൻ പറയുന്നത്. ഏറ്റവും ചീത്തയായ കള്ളൻ തന്നെ ചീത്തയാണ്. പിന്നെ കള്ളന്മാരിൽ വെച്ച് ഏറ്റവും മോശമായ കള്ളനാരാണ്? അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ കക്കുന്നവൻ. നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മൊബൈൽ എടുത്ത് കൊണ്ടുപോകുന്നവനല്ല. എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് കളവ് നടത്തുന്നവനല്ല, മറിച്ചോ നിസ്കാരത്തിൽ കക്കുന്നവനെന്നാൽ റുക്കോളും സുജൂദും ഒന്നും കൃത്യമായി പൂർത്തിയാക്കുന്ന, റുക്കോലൊക്കെ പോയി ഉടനെ വരും. സുജൂദ് ഇങ്ങനെ കോഴി കൊത്തും പോലെ കൊത്തിയെടുക്കും. ഇത്ര പെട്ടെന്നറിയോ? അങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ കള്ളന്മാരാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് ഈ ഹദീസിലൂടെ. നബി തങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു സാവകാശമൊക്കെ നീന്തി അതിനുവേണ്ടി 5 മിനിറ്റ് ചെലവാക്കി 24 മണിക്കൂറിൽ 5 വക്ത് നിസ്കരിക്കാൻ വളരെ കുറഞ്ഞ സമയം നമുക്ക് വേണ്ടതുള്ളൂ. അത് വളരെ മനസാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കുമ്പോഴേ അത് ഫലവത്താകൂ, അല്ലാതെ കാട്ടിക്കൂട്ടൽ കൊണ്ട് പ്രയോജനമില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ശരിക്കൊന്ന് തക്ബീർ കെട്ടിയിട്ട് നമ്മളങ്ങ് നിസ്കരിച്ചാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ആ സ്മരണ കൊണ്ട് മനുഷ്യന്റെ മനസ്സുകൾക്കൊരു മനസ്സമാധാനം കിട്ടും. ഇന്ന് ലോകത്തെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന മനസ്സമാധാനമാണ്. നമ്മളൊന്ന് നോക്ക്, നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ എത്ര സമാധാനത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഗസയിലെ മക്കളെ അവസ്ഥ നോക്ക്, നിങ്ങൾ അവിടുത്തെ അവസ്ഥ എന്താ? ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നോക്ക്, നിങ്ങൾ എന്താണ് അവിടുത്തെ അവസ്ഥ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. നമ്മളിവിടെ വളരെ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് നോക്ക് നിങ്ങൾ. അമുസ്ലിങ്ങൾ പോലും ഇവിടെ നമ്മുടെ ശത്രുക്കളല്ല. അമുസ്ലിങ്ങൾ പോലും പള്ളിക്ക് ചിലപ്പോൾ സംഭാവന കൊടുക്കാറുണ്ട്. ഇവിടെ തന്നെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച അമുസ്ലിങ്ങളെ സ്റ്റേജിൽ കെട്ടി പ്രത്യേകം തങ്ങളെ കൊണ്ട് അവാർഡ് കൊടുപ്പിച്ചു. നമ്മൾ ഏത് മതക്കാരാണെങ്കിലും ശരി, ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ. പക്ഷെ നമുക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടായാലോ? നിങ്ങൾ നോക്ക്. ഇപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ പരാജയം ലോകത്തെങ്ങനെ സംഭവിച്ചത് പഠിക്കണം. നമ്മൾ പള്ളി വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല എന്ന മഹാൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളെയും കൂട്ടി സ്പെയിൻ കീഴടക്കാൻ വേണ്ടി പോയപ്പോ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? അവര് ഐബീരിയൻ പെനിൻസുലയിലേക്ക് എത്തി. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല ആ പ്രദേശത്തെത്തുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം, സ്പെയിൻ പിന്നീട് ഇസ്ലാമിന്റെ കീഴിൽ വന്നില്ലേ, ആ പ്രദേശത്തിന്റെ തുടക്കം ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അന്ന് ഇസ്ലാമിക സമൂഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം നേരെ ചെന്നൊരു ദ്വീപിൽ ഇറങ്ങുമ്പോ ആദ്യം ചെയ്ത പണി കപ്പൽ കത്തിച്ചു കളയാണ്. കപ്പൽ കത്തിച്ചു കളഞ്ഞു. എന്തിന്? തിരിച്ചു പോകണ്ട, തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ഇസ്ലാമിന്റെ വിത്ത് പാകിയിട്ടേ പോകാൻ പറ്റൂ. ശത്രുവിനോട് പടപൊരുതേണ്ടി വന്നാൽ മരിക്കണം. അപ്പൊ ജീവിതം നിങ്ങൾ ഇസ്ലാമിന് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം അനുയായികളോട് പറഞ്ഞത്. അങ്ങനെ പരിശുദ്ധ ദീൻ ഇസ്ലാം വളർന്നു, തഴച്ചു വളർന്നു. AD 711 മുതൽ 1492 വരെ 781 കൊല്ലം സ്പെയിൻ നമ്മളെ കയ്യിലാണ്. 781 കൊല്ലം സ്പെയിന് നമ്മളെ കയ്യിലാണ്. ഒരു വലിയ ഭൂവിഭാഗം മുഴുവൻ നമ്മുടെ കയ്യിലാണ്. അവിടെയാണ് കോർഡോവ, ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, കുർത്തുബ യൂണിവേഴ്സിറ്റി. ലോകത്ത് നമ്മളെ പോലെ വിജ്ഞാനം പരത്തിയ ആളുകളാരാ? സമയത്തിന്റെ കുറവ് കൊണ്ടാണ് അതിന്റെ ചരിത്രം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനം പരത്തിയവർ. അവിടുത്തെ കോർഡോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ പുറത്തിറങ്ങുമ്പോ കിതാബോധി പഠിച്ച ഡോക്ടർ, കിതാബോധി പഠിച്ച എഞ്ചിനീയർ, കിതാബോധി പഠിച്ച വക്കീല്, 2 വിദ്യാഭ്യാസം ഒരുമിച്ചുണ്ടായിരുന്നു. AD 711 താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല ജിബ്രാൾട്ടർ കീഴടക്കിയിട്ട് കടന്നു വരുമ്പോ അദ്ദേഹം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല.
പക്ഷെ അള്ളാഹു ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും മുഴുവൻ നമുക്ക് കൊടുത്തു. ഈ 751 കൊല്ലം നമ്മൾ ഭരിച്ച പ്രദേശം നമ്മളെ കയ്യിൽ നിന്നാണ് പോയി. എങ്ങനെയാ പോയത്? മുസ്ലിങ്ങൾ തമ്മിലടിച്ചു. സ്വന്തം സഹോദരന് അധികാരം കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് ആ സഹോദരന് അധികാരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി അബു അബ്ദുള്ള മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തന്റെ സഹോദരന് അധികാരം കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് ഇസബലിനെയും അതുപോലെയുള്ള ആളുകളെയും സഹായത്തിന് വിളിച്ചു. അതാണ് സംഭവിച്ചത്. അങ്ങനെ സഹായത്തിന് വിളിച്ചപ്പോൾ ആ സഹോദരനെ ഫെർഡിനാൻഡിനെയും അതുപോലെ തന്നെ ഇസബലിനെയും കൊണ്ടുവന്ന് അവരെ സഹായികളാക്കി വെച്ചപ്പോൾ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് താക്കോൽ അവർ വാങ്ങി. മുസ്ലിങ്ങൾ ബാങ്ക് വിളിക്കാൻ താല്പര്യമില്ലാതെ, നിസ്കരിക്കാൻ താല്പര്യമില്ലാതെ പള്ളികൾ വിജനമായി. അങ്ങനെ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് അധികാരം സഹായിക്കാൻ വന്ന ആളുകൾ തട്ടിയെടുത്ത് അൽഹംറാവ് കൊട്ടാരത്തിന്റെ താക്കോല് അവസാനത്തെ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 1492 അബു അബ്ദുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഭരണാധികാരി നേരെ പോയിട്ട് ആഫ്രിക്കയിൽ പോയി എരന്ന് ജീവിച്ചു മരിച്ചു എന്ന ചരിത്രം. എരന്ന് ജീവിച്ചു മരിച്ചു. 781 കൊല്ലം നമ്മൾ ഭരിച്ച പ്രദേശത്തിന്റെ അവസാനത്തെ ഭരണാധികാരി ആഫ്രിക്കയിൽ പോയി എരന്ന് ജീവിച്ച് മരിക്കേണ്ടി വന്ന എന്തുകൊണ്ടാ? നമ്മൾ തമ്മിൽ തല്ലിയത് കൊണ്ടാ, ശത്രുവിന്റെ ശക്തി കൊണ്ടല്ല. വിളിച്ചു വരുത്തിയതാ സഹായിക്കാൻ. എന്തിന്? സ്വന്തം ആളുകൾ അകറ്റി നിർത്താൻ വേണ്ടി. സ്വന്തം ആളുകൾ അകറ്റി നിർത്താൻ വേണ്ടി ശത്രുവിനെ വിളിച്ചു കൊണ്ടുവന്ന് സഹായിച്ചു. ആ ശത്രു പിന്നീട് അധികാരിയായി മാറി. ലോകത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കും നിങ്ങൾ. ഒട്ടോമൻ സാമ്രാജ്യം തകർത്തതാരാ? നമ്മളല്ലേ? നമ്മൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയതല്ലേ? ഹിജാസിന്റെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടല്ലേ ബ്രിട്ടീഷുകാർ 1-ാം ലോക മഹായുദ്ധം വിജയിപ്പിച്ചെടുത്തത്? നമ്മൾ ഭിന്നിച്ചതല്ലേ? അവരെ ശക്തി കൊണ്ടല്ലോ. ലോകത്തെ മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഭിന്നത വന്നാൽ സംഭവിക്കുന്ന അപകടത്തെ കുറിച്ച് ഇസ്ലാം നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം അത് പഠിപ്പിച്ചത്രേ. നമ്മുടെ സമൂഹം പഠിച്ചിരുന്നുവെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു ഭിന്നതയും ഇല്ലാതെ ഒരുമിച്ച് നിൽക്കുമായിരുന്നു. പൊതുവായ കാര്യത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കാമായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ആദർശപരമായ അന്തരങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊരു തമ്മിൽ തല്ലിലേക്കും വിഭാഗീയതയിലേക്കും നമ്മുടെ ദുർബലതയിലേക്കും നയിക്കാൻ പാടില്ല. ഒരു പള്ളിമാരിൽ ജീവിക്കുന്ന ജനങ്ങൾ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകൾ ഉണ്ടാവും, വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താധാരകളുള്ള ആളുകൾ ഉണ്ടാകും. പക്ഷെ പള്ളി എന്ന രീതിയിൽ നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ഇസ്ലാമിക സമൂഹത്തിന്റെ നേർധാര അനുസരിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടവരാ. അതുകൊണ്ടല്ലേ നിസ്കരിക്കാൻ സ്വഫ് നിർത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത് എന്ന് പറയുന്നത്, തറാസു എന്ന് ചേർത്ത് പറയുന്നത്, സ്വഫ് നേരെ നിൽക്കണമെന്ന് ഇമാമ് പറയുന്നത്. ആ ഒരുമയാണ് മുസ്ലിം ഉമ്മത്തിന് ആവശ്യം. ആ ഒരുമ എന്ന് നഷ്ടപ്പെടുന്നുവോ നമുക്ക് അപകടം സംഭവിക്കും. ലോക ചരിത്രത്തിൽ നമ്മളെ പോലെ ഉദാത്തമായ സംസ്കൃതി ലോകത്തിന് കാഴ്ചവെച്ച ആരുമില്ല. നമുക്ക് എല്ലാത്തിന്റെയും മേലെ നിൽക്കാൻ കഴിയും. ഇപ്പൊ തന്നെ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ സംഭവം നോക്ക് നിങ്ങൾ. ഇക്കഴിഞ്ഞ ചീഫ് സെക്രട്ടറി, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒരു വനിതയായിരുന്നല്ലോ, പേര് ഞാൻ പറയണ്ട. അവര് പരസ്യമായി പത്രക്കാരോട് പറഞ്ഞെന്താ? ഞാൻ കറുത്തവളായതുകൊണ്ട് ഒരുപാട് വിവേചനം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ചീഫ് സെക്രട്ടറി, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥന. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിക്ക് താഴെയാണ് സകല ഉദ്യോഗസ്ഥന്മാരും. അതാണ് ഭരണക്രമം. ആ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് വന്ന ഒരു വനിത പോലും ഞാൻ കറുത്തവളായത് കൊണ്ട് എനിക്ക് വിവേചനം അനുഭവിക്കേണ്ടി വന്നു എന്ന് പത്രക്കാരോട് തുറന്നു പറഞ്ഞതും ചാനൽ ചർച്ചയിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നേരെ മറിച്ച് അവിടെ ലോകത്തോട് സംവദിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് കഴിയും. അടുത്ത കാലത്ത് ദലിതരായ ആളുകളെ അടിച്ചതും കൊന്നതും കെട്ടിയിട്ടതും ഒക്കെ വാർത്ത വരികയല്ലേ? ഇന്നലത്തെ പത്രത്തിലുമില്ലേ ഒരു ദലിതനെ കെട്ടിയിട്ടുകൊണ്ട് ബുദ്ധിമുട്ടിച്ച സംഭവം? പിന്നോക്കക്കാരനായതുകൊണ്ടല്ലേ? നേരെ മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നോക്ക നിങ്ങൾ. ആരാണെന്ന് നോക്കാതെ വ്യക്തിത്വം കൽപ്പിക്കുന്ന സമീപനമാണ് ഇസ്ലാമിലുള്ളത്. നിങ്ങൾക്കറിയുമോ, ഒരു ചെറിയ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഉക്കാദ് ചന്തയിൽ വിൽക്കപ്പെട്ട ഒരു കുട്ടിയാണ്. അന്ന് ഗോത്ര തർക്കമുണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകും. ഉക്കാദ് ചന്തയിൽ വിൽക്കപ്പെട്ട ഒരു കുട്ടി. ആ കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് കുട്ടിന്റെ വാപ്പാരാന്ന് ചോദിച്ചാൽ അറിയില്ല. വാപ്പ അറിയില്ല, ആരറിയില്ല, ഉമ്മ ആരെന്നറിയില്ല, ഗോത്രം ഏതെന്നറിയില്ല. പക്ഷേ ആ കുഞ്ഞിനെ വാങ്ങി അബൂ ഹുദൈഫ എന്ന് പറയുന്ന മഹാൻ വാങ്ങിയിട്ട് അദ്ദേഹം വളർത്തി സാലിം എന്ന് പേരിട്ടു. മൗല അബൂ ഹുദൈഫ എന്നറിയപ്പെടുന്ന സാലിം മൗല അബൂ ഹുദൈഫ. ആ സാലിം എന്ന് പറയുന്ന കുട്ടി വളർന്നു. ആരാണ്? അനാഥ കുട്ടി, അടിമക്കുട്ടി, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട ഒരു കുട്ടി. ആ കുട്ടി വളർന്നു വലുതായി പഠിച്ചു ഉയർന്നു വന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. കുട്ടി ഖുർആൻ പഠിച്ചു വളർന്നു. എവിടെ എത്തി ആ കുട്ടി നോക്ക് നിങ്ങൾ. ആരാണെന്നറിയാത്ത, ബാപ്പയാരാണെന്നറിയാത്ത, ഉമ്മ ആരാണെന്നറിയാത്ത, ഗോത്രം ഏതാണെന്നറിയാത്ത അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട അടിമക്കുട്ടി. ആ കുട്ടി എവിടെ എത്തി? ആ കുട്ടിയുടെ നിറമല്ല നോക്കിയത്, തറവാടല്ല നോക്കിയത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, ഇസ്തഖ്രിഉൽ ഖുർആന മിൻ അർബഅത്തിൻ. നിങ്ങൾ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ 4 പേരിൽ നിന്ന് ഖുർആൻ പഠിച്ചാൽ നിങ്ങൾക്ക് ശരിക്ക് ഖുർആൻ പഠിക്കാൻ കഴിയും. സഹാബത്തിൽപ്പെട്ട 4 പേരെ ഉയർത്തി കാണിച്ചു. ഒന്ന് മിൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആണെന്ന് ഖുർആന്റെ വിഷയത്തിൽ പ്രഗൽഭനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽമ പഠിക്കണം. മറ്റൊന്ന് വസാലിം മൗല അബൂ ഹുദൈഫ, അബൂ ഹുദൈഫയുടെ മൗലയായ സാലിം.
സാലിമിനെ പറഞ്ഞു, രണ്ടാം സ്ഥാനത്ത് സാലിമിനെ പറഞ്ഞു. ഈ കുട്ടിയെ, തറവാട് അറിയാത്ത അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട കുട്ടിയെ. മൂന്നാം സ്ഥാനത്ത് പറഞ്ഞു ഉബയ്യ് ഇബ്നു കഅബിൻ മുആദ് ഇബ്നു ജബലിൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഇതൊക്കെ? ഓർക്കണം നിങ്ങൾ. ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഈ കുട്ടിക്ക് സ്ഥാനം കൊടുത്ത് മാത്രമല്ല, ഖുബാ പള്ളിയിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് ഖുബാ പള്ളിയിൽ അദ്ദേഹം ഇമാമ് നിന്നു. ആരാ മഅ്മുമീങ്ങൾ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അടക്കമുള്ള മഹത്തുക്കൾ. ചിന്തിക്കണം നിങ്ങൾ, ഒരു അടിമക്കുട്ടിയുടെ പിന്നിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല നിസ്കരിക്കുന്ന രംഗം ചരിത്രം ഇങ്ങനെ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഹിജ്റ എന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതന് മദീനത്ത് വരുന്ന കാലം വരെ അവിടെ ഇമാമത്തിന് നേതൃത്വം കൊടുക്കാൻ നേരത്തെ വന്ന ഈ കുട്ടിക്ക് കഴിഞ്ഞു. സാലിമിന്റെ പിന്നിൽ നിസ്കരിച്ചു. സ്വഹാബകളിൽപ്പെട്ട വലിയൊരു നിര മഹാന്മാർ, വലിയ വലിയ സ്വഹാബത്തി അടിമക്കുട്ടിന്റെ പിന്നിൽ നിസ്കരിക്കുക. ചീഫ് സെക്രട്ടറി പറയാണ്, ഞാൻ കറുത്തവളായതുകൊണ്ട് എനിക്ക് വേദനം വന്നു. ഇവിടെ അടിമയായ കുട്ടിയെ ഇമാമത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ആ ഇസ്ലാമിനെ ലോകത്ത് ഉയർത്തിക്കാട്ടാൻ നമുക്ക് കഴിയണം. ആ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ തമ്മിൽ തന്നെ അവസാനിച്ചിട്ട് നമുക്കതിന് സമയം കിട്ടുന്നില്ല. നമ്മുടെ ഭിന്നതയ്ക്ക് വേണ്ടി നമ്മൾ എത്ര പണം ചെലവഴിക്കുന്നു, എത്ര കേസുകൾ നടത്തുന്നു, നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ അനുഭവസ്ഥരാണല്ലോ. ഒരുമിച്ച് നിൽക്കുക എന്നാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പാരമ്പര്യം. ഐക്യമാണ് ഇസ്ലാം വിളംബരം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആദർശത്തിലും അഭിമാനത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഭിന്നതയില്ലാതെ അയൽവാസിയുള്ള ബന്ധത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? തന്റെ അയൽവീട്ടിൽ കിടക്കുന്ന ഒരു കുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പഴം പോലും നമ്മൾ വാങ്ങി അവനെ കാണാൻ കൊണ്ടുപോകാൻ പാടില്ല എന്നാ ഹദീസിലുണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞതല്ലേ. സമയം 9 മണിയാവുന്നുണ്ട്. നിങ്ങൾ നിസ്കാരം നീട്ടിവെച്ചത് കൊണ്ടാണ് എനിക്ക് ദീർഘിച്ച് പ്രസംഗിക്കാൻ പ്രയാസമുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റവസരത്തിലാകാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പള്ളി ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഐക്യമാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു അക്ബർ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒന്നും നമുക്ക് വലുതല്ല, അള്ളാഹു മാത്രമാണ് വലുത്. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വാളെടുക്കാനുള്ള കൽപ്പനയല്ല, അള്ളാഹുവാണ് വലിയവൻ എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു വലിയവനാകുമ്പോൾ നമുക്ക് ഈ ഭൂമുഖത്തുള്ള സൃഷ്ടികളൊക്കെ പടച്ചറബിന്റെ സൃഷ്ടികളാണ്. അത് എന്തുവാണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും ശരി, ഒരു പള്ളിയുടെ ചാരത്ത് താമസിക്കുന്ന ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭയപ്പാടും വേണ്ട. പള്ളി അവനെ ഹനിക്കുന്നതല്ല, പള്ളി അവനെ സഹായിക്കുന്നതാണ്. കാരണം ഈ പള്ളിയിൽ വരുന്നൊരു മുസ്ലിം നിസ്കരിക്കുകയാണെങ്കിൽ, അവൻ അള്ളാഹുവിനെ ഇബാദത്ത് മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പട്ടിണി കിടക്കുന്നവനെ സഹായിക്കുക. അത് എന്തുവാണെങ്കിലും സഹായിക്കും. അത് ക്രിസ്ത്യാനിയാണെങ്കിലും സഹായിക്കും, അത് മതമില്ലാത്തവനാണെങ്കിലും സഹായിക്കും. ഒരു മുസ്ലിം ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ, സുബഹി നിസ്കരിച്ച് പോകുമ്പോൾ ഒരു കുപ്പിച്ചില്ല് വഴിയിലുണ്ടെങ്കിൽ എല്ലാവരും പോയി, ഞാൻ അവസാനത്താളെ, ഇനിയൊരു മുസ്ലിമും വരാനില്ല, ആ കുപ്പിച്ചില്ല് അവിടെ കിടക്കട്ടെ, എന്റെ മതക്കാരനല്ലാതെ ആരെങ്കിലും വന്നാൽ അവന് കുത്തുന്നതിന് എന്തിനാ ഞാനത് എടുത്ത് കളയുന്നതെന്ന് തോന്നിയാൽ അവന്റെ ഈമാൻ പൂർണ്ണമല്ല. അവന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ആ കുപ്പിച്ചില്ല് എടുത്തിടണം. പിന്നാലെ വരുന്നവൻ ഏത് വർഗീയവാദിയാണെങ്കിലും അവനത് കുത്താൻ പാടില്ല. ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന പണി ചെയ്യാൻ പാടില്ല. അത്ര മനോഹരമാണ് നമ്മുടെ ഇസ്ലാം. വേദനയില്ലാതെ സമൂഹത്തിന് സമാധാനം പകർന്നു കൊടുക്കുന്ന മതം. ഈ മതം സമൂഹത്തോട് പറഞ്ഞാൽ ജനം അംഗീകരിക്കും. അങ്ങനെയാണ് ഇത് വളർന്നത്. ആകെ 10-12 പേരാണ് പ്രബോധകന്മാർ മാലിക് ദിനാർ തങ്ങളുടെ കാലത്ത് വന്നത്. അവർ 10 പള്ളിയാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ പള്ളിയിലാണ് ജനങ്ങളോട് പ്രസംഗിച്ച് കാര്യം പറഞ്ഞു കൊടുത്തത്. ആ സമൂഹത്തിൽ ശരിക്ക് ആ പ്രബോധനം ഏഷ്യത് കൊണ്ടാണ് ഇന്ന് 80-85 ലക്ഷം മുസ്ലിങ്ങൾ ഇവിടെ ഉള്ളത്. യുദ്ധം ചെയ്തുണ്ടാക്കിയതല്ല. ലോകത്ത് ഇസ്ലാം വളർന്നത് യുദ്ധം കൊണ്ടല്ല. ഇസ്ലാം പ്രതിരോധത്തിന്റെ സമയത്ത് മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്ത് ചരിത്രമില്ല. നിങ്ങൾ മുസ്ലിം ആകണമെന്ന് പറഞ്ഞ ഒരാൾ അടിച്ചമർത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല. കലിമ അവന്റെ മനസ്സിൽ ഉറച്ചെങ്കിലല്ലേ അവൻ മുസ്ലിം ആകും. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട മതമല്ല ഇത്. അത്ര നല്ല രീതിയിൽ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതം നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഇന്ന് ലോകത്ത് വലിയ വലിയ രാട്ടത്തലവന്മാര്, ചിന്തകന്മാര്, ബുദ്ധിജീവികള്, ശാസ്ത്രം പഠിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പാശ്ചാത്യ ലോകത്തൊക്കെ ഇപ്പോൾ ഹജ്ജിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ പ്രതിനിധികൾ വരികയാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് പ്രതിനിധികൾ വരാം, നല്ല ചെറുപ്പക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള, വലിയ വലിയ ബിരുദമുള്ള ആളുകൾ ഇസ്ലാമായി റൗദയുടെ മുമ്പിൽ വന്ന് നിന്ന് കരയുന്ന രംഗം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താ കാരണം? അവർക്ക് ഇസ്ലാം അവരുടെ മനസ്സിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കി. ആ ഇസ്ലാമാണ് നമ്മുടെ മനസ്സിൽ. ആ ഇസ്ലാമിന്റെ ചിഹ്നമാണ് പള്ളി. ഒരു നാട്ടിൽ ഇന്നലെ നല്ലൊരു പള്ളി ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമിന്റെ ഷിആറാ. ലോകത്ത് മുഴുവൻ നിങ്ങൾ നടന്നു നോക്ക്, മുസ്ലിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല മനോഹരമായ അമ്പരചുംബികളായ പള്ളികൾ. പക്ഷേ അവസാന കാലം വരുന്ന ഒരു അപകടം എന്താണെന്നറിയോ? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു, സമയം അനുയോജ്യമായില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒറ്റ വാക്ക് കൂടി പറയട്ടെ: തുസഖറഫുൽ മഹാരീബ് വതുഖറബുൽ ഖുലൂബ്. അവസാനം വരാൻ പോണ ഒരു കാര്യം അതാ. എന്താ? മെഹ്റാബുകളൊക്കെ വർണ്ണ മനോഹരമാവും, പള്ളി നല്ല മനോഹരമാവും. നല്ല AC പള്ളി, നല്ല ഫാന്, നല്ല കാർപ്പറ്റ്, ബാത്റൂം മുതൽ മിനാരം വരെ നല്ല ടൈൽസ്, നല്ല പെയിന്റ്, നല്ല മനോഹാരിത, നല്ല ക്യാമ്പസ്. പക്ഷേ തുഖറബുൽ ഖുലൂബ്, നിസ്കരിക്കുന്ന മനുഷ്യന്റെ മനസ്സുകൾ ഖറാബാണ്. ആർക്കും പരസ്പര വിശ്വാസമില്ല, ആർക്കും പരസ്പര സ്നേഹമില്ല.
നിസ്കരിക്കാൻ വേണ്ടി സൊഫിലേക്ക് കയറുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരാളെങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ഇവൻ നമുക്ക് പറ്റിയ ആളല്ല, എന്നാ പിന്നെ ഓൻ്റെ അടുത്ത് നിൽക്കൂല. എന്താ ചെയ്യുക? ഒന്ന് തിരിഞ്ഞ് പറഞ്ഞ് വാച്ചൊക്കെ നയിച്ച് കിട്ടി ഒന്നുകൂടി കാക്കിച്ച് തുപ്പി വന്നിട്ട് അടുത്ത ആൾ വന്നിട്ട് അതിൻ്റെ പുറത്തേ നിൽക്കുള്ളൂ. ഓൻ്റെ ഒപ്പം നിൽക്കാൻ വയ്യ, ഓൻ്റെ ഒപ്പം നിൽക്കാൻ. ഇസ്ലാം പറഞ്ഞ ചേർന്ന് നിൽക്കാനാ. നിസ്കാരത്തിൽ പോലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ചിലർക്കൊക്കെ ചിരി വരുന്നുണ്ട്, സംഗതി ഉള്ളതാണ്, പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതാണ്. അതാണ് തുഹ്റബുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ഭിന്നിക്കുക. അതാണ് അപകടം. റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെയല്ല. പള്ളി അത്ര മനോഹരമൊന്നുമല്ല, ഓലപ്പുരയാണ്. ഈത്തപ്പനയുടെ മടല് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് മഴത്തുള്ളി വീണാൽ ഉള്ളിൽ ഇങ്ങനെ വരും. നിസ്കരിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ നെറ്റിയിലൊക്കെ മണലുണ്ടാവും. ആ പള്ളിയുടെ പ്രത്യേകത ഹദീസിൽ പറയുന്നുണ്ട്, കാനത്തിൽ കിലാബു തുക്ബിലു വ തുദ്ബിറു, നായ്ക്കൾ അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും. നായ്ക്കളെ പള്ളിൻ്റെ ഉള്ളിലൂടെ നായ്ക്കളോടും. നമ്മുടെ ഗേറ്റ് ഉണ്ട്, നല്ല ക്യാമ്പസ് ഉണ്ട്, മനോഹര. എന്താ കാരണം? ഒക്കെ ഭദ്രാണ്. ഇന്നത്തെ പള്ളിക്കാണ് മനോഹാരിത, മനസ്സിനില്ല, നിസ്കരിക്കുന്നവന്റെ മനസ്സിനില്ല. അന്ന് അങ്ങനെയല്ല. അന്ന് നിസ്കരിക്കുന്ന സ്വഹാബത്തിന്റെ മനസ്സിന് നല്ല മനോഹാരിതയാണ്. അവരുടെ ജീവിതം അങ്ങനെയാണ്. ഹദീസിലുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ്, ഒരു ആട്ടിന്റെ തല ഒരു സ്വഹാബിക്ക് കിട്ടി. ആ സ്വഹാബി ഇത് അടുത്ത വീട്ടുകാരന് ഇന്നേക്കാൾ കൂടുതൽ ആവശ്യം, അവനെ പട്ടിണി അവന് കൊടുത്തു. അയാൾ കരുതി അടുത്ത വീട്ടുകാരനാണ് പട്ടിണി ഉണ്ടാവുക, എന്നെക്കാൾ കൂടുതൽ പാവം അങ്ങോട്ട് കൊടുത്തു. ചുറ്റി 6 വീട് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ തന്നെ തിരിച്ചു. ഹദീസിലുണ്ട് ഈ സംഭവം. അതാണ് ആ ഒരു മനോഹാരിത. യുദ്ധക്കളത്തിൽ വീണ് കിടക്കുമ്പോൾ ഉറ്റിച്ചു കൊടുക്കാൻ വായിലേക്ക് കൊണ്ടുപോയ വെള്ളം അടുത്ത ആൾക്ക് കൊടുക്കൂന്ന് പറഞ്ഞിട്ട്, അയാൾ അടുത്ത ആൾക്ക് കൊടുക്കൂന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിൽ കണ്ടില്ലേ? വളരെ മനോഹരമായ ഹദീസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹദീസ് പറയാത്തത്. അവസാനം 3 ആൾക്കും വെള്ളം കിട്ടിയില്ല. അവസാനത്തെ ആളിലേക്ക് മടങ്ങിയപ്പോൾ അയാളും മരിച്ചുപോയി. 3 ആൾ വെള്ളം കിട്ടാതെ മരിച്ചു. ദാനം ചെയ്തു മരിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം, അതിനേക്കാളൊരു മനുഷ്യൻ ആഗ്രഹം എന്താ? അങ്ങനെ ജീവിച്ചവരാ നമ്മളെ പൂർവികർ, അങ്ങനെ പഠിച്ചവരാ നമ്മൾ, ആ ചരിത്രം പഠിച്ച് വളർന്നവരാ നമ്മൾ. ആ നമ്മളാണ് ഭിന്നിക്കുന്നത്, ആ നമ്മളാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത്. പള്ളി നമുക്ക് നൽകുന്ന ഈ സന്ദേശം എന്നറിയണ്ടേ? മിഹ്റാബ് മാത്രം മനോഹരമായാൽ പോരാ, ആ മനോഹരമായ മിഹ്റാബിനേക്കാൾ നമ്മുടെ മനസ്സുകൾ മനോഹരമാകണം. ആ മനസ്സുകൾ നന്നാകുമ്പോഴേ മനുഷ്യന്റെ ഇബാദത്ത് പടച്ചിറപ്പ് സ്വീകരിക്കുള്ളൂ. കൽബാണ് നന്നാവേണ്ടത്, ഹൃദയമാണ് നന്നാവേണ്ടത്. ആ ഹൃദയം നന്നാവാൻ പള്ളികളിൽ വെച്ച് ദിക്റുകൾ, സ്വലാത്തുകൾ, പരിശുദ്ധ ഖുർആനോത്ത് മുതലായ ആരാധനാ കർമ്മങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ കൂടി നമ്മൾ തെളിയിച്ചെടുക്കണം. അതിന് പടച്ചിറപ്പ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഹൃദയനിർഭരമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കടമ ഞാൻ നിർവഹിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ടാവും, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന നടത്തി നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.